അപ്പൊ ആ വചനത്തിന്റെ അർത്ഥം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. പ്രഭാഷകൻ 39:16 എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വലിയ സ്ട്രഗിൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവേ ഇതെന്തൊരു മോശം ജീവിതമാണ്, ഇത്രയും സ്ട്രഗിൾസ്, ഇത്രയും വേദന, ഇത്രയും സങ്കടങ്ങൾ, ഇത്രയും നിരാശ, ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാജയമുള്ള ഈ ജീവിതം, ഇത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശപിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ഒരു ജീവിതത്തെ ശപിക്കും. നമുക്ക് ഈശോ തന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ശപിക്കും. ഇതെന്തിനാ ഇങ്ങനൊരു ജീവിതം, ഇത് കൊള്ളത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ കർത്താവിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, വിശ്വസിക്കുന്നവരുടെ ഇടയിൽ അത്ഭുതം സംഭവിക്കുന്ന കർത്താവിന്റെ വചനം പറയാണ്, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, അതെല്ലാം അത്യുത്തമമാണ്. നമ്മളിപ്പോൾ ലൈഫ് സ്മൂത്തായി പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം, ഇത് കർത്താവിന്റെ അനുഗ്രഹമാണ്, കർത്താവ് എല്ലാം നന്നായിട്ട് ചെയ്യും, കർത്താവ് നല്ലവനാണ്, അവനെ വാഴ്ത്തിപ്പാടുവിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ വാഴ്ത്തിപ്പാടും. പക്ഷെ ഈ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ, മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാത്ത, ഒരു തരി വെട്ടം പോലും കിട്ടാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, അതെല്ലാം അത്യുത്തമമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കണം. അത് ബുദ്ധിമുട്ടാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോഴത്തേന് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ആഗ്രഹിച്ചത് പെട്ടെന്ന് ജോലി കിട്ടണം, പെട്ടെന്ന് കല്യാണം നടക്കണം, പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. 9 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ജോലി കിട്ടാനല്ല, കുഞ്ഞുങ്ങളുണ്ടാകും. എല്ലാം ഒരു കാത്തിരിപ്പിന്റെ ഒരു കാലമുണ്ട്. പക്ഷെ കർത്താവ് കൈവിടത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് അവിടുത്തെ പ്രവൃത്തിയാണ്. ആ വചനത്തിന്റെ തുടർന്നുള്ള ഭാഗം ഒന്ന് വായിച്ചേ വിശ്വാസത്തോടെ. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. അവിടുന്ന് കൽപ്പിക്കുന്നത് വെച്ചാൽ അവിടുന്ന് സംസാരിക്കുന്നത്. കർത്താവിന്റെ വചനം ഒന്നുപോലും വെറുതെ ആയി പോവില്ല. വാഗ്ദാനം തന്നവൻ അത് പൂർത്തിയാക്കും. ഇത് വിശ്വസിക്കാൻ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ ഈ പരിശുദ്ധ അമ്മയോടൊക്കെ ഒത്തിരി കൂട്ടുപിടിക്കുമ്പോൾ, ഒത്തിരി ജപമാല ചെല്ലുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതും നമ്മൾ ചോദിച്ച് മേടിക്കേണ്ടത് ഒരു കൃപ ഇതാണ്. ഈശോയുടെ വചനം എല്ലാം വിശ്വസിക്കാൻ ഒരു കൃപ നമ്മൾ ചോദിക്കണം. പരിശുദ്ധ അമ്മയെ കണ്ടിട്ട് എലിസബത്ത് പറഞ്ഞില്ലേ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് പൂർത്തിയാകുമെന്ന് വിശ്വസിക്കണം. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, ഇത് അവിടുത്തെ വചനം ഒന്നുപോലും വെറുതെ ആവില്ലെന്ന് വിശ്വസിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരായി, ഭാഗ്യവതികളായി.